മദീന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അഭയകേന്ദ്രമാണ്. മദീനയെപ്പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ പഠിക്കുന്ന കാലത്ത് മദീനയെപ്പറ്റി പാടിയിട്ട് സമ്മാനം കിട്ടിയ ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഈ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ സുന്ദരമായ ഈ ദിവസത്തിൽ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും വേണ്ടി ഒരിക്കൽ കൂടി പാടുകയാണ്. ഇഷ്ടം മദീന ഇഷ്കും മദീന ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യുവാനും അതുപോലെ മദീന റൗളയിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന സ്വലാത്ത് സലാമു പറയുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ്? അതിൽ ഒരുപാട് സ്വലാത്തുകൾ, ഒരുപാട് മൗലിദിൻ്റെ സദസ്സുകൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം സ്വന്തം ജീവിതമായി പകർത്തേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിൽപ്പെട്ടതാണ് നബിതങ്ങളുടെ മദീനയെപ്പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. എന്താണ് മദീന? മദീനയുടെ ചരിത്രം എന്താണ്? മദീനയെപ്പറ്റി പറയുമ്പോൾ മുൻകഴിഞ്ഞു പോയ മഹാരഥന്മാർ അവർ വാവിട്ട് കരയുമെന്നാണ്. അത്രമാത്രം സ്നേഹവും ഇഷ്ടവുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട ആ ഒരു ശരീരം മറമാടപ്പെട്ടിട്ടുള്ള ആ പുണ്യഭൂമിയോട് മുൻകഴിഞ്ഞു പോയ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വലിയൊരു നഗരമാണ് ജിദ്ദ. ആ ജിദ്ദയിൽ നിന്നും ഏകദേശം 415 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് മദീന എന്ന് പറയുന്ന ആ പട്ടണത്തിലേക്ക് കടക്കാം. മക്കയിൽ നിന്നും ഏകദേശം 450 കിലോമീറ്ററും സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നിന്ന് 900 കിലോമീറ്ററും അകലെയാണ് മദീന പട്ടണം നിലകൊള്ളുന്നത്. 589 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഒരു പ്രദേശമാണ് മദീന. മദീന എന്ന വാക്കിൻ്റെ അർത്ഥം പട്ടണം എന്നാണ്. സാധാരണ എല്ലാ പട്ടണങ്ങൾക്കും ഒരു പേരുണ്ടാകും. ഇപ്പോൾ ഞാനിവിടെ എറണാകുളത്താണുള്ളത്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എറണാകുളം നഗരം എന്നാണ് പറയുക. കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ പെരുമ്പാവൂർ പട്ടണമുണ്ട്. കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയാൽ ആലുവ നഗരമുണ്ട്. വടക്കോട്ട് സഞ്ചരിച്ചാൽ തൃശ്ശൂർ നഗരമുണ്ട്. അങ്ങോട്ട് പിന്നെ കൂടെ പോയാൽ കൊണ്ടോട്ടി പട്ടണമുണ്ട്. കാസർഗോഡ് നഗരമുണ്ട്. തെക്കോട്ട് സഞ്ചരിച്ചാൽ കൊല്ലം നഗരമുണ്ട്. തിരുവനന്തപുരം പട്ടണമുണ്ട്. ഇങ്ങനെ ഓരോ പട്ടണത്തിനും നഗരത്തിനും അത് ഏതാണെന്ന് മനസ്സിലാക്കാൻ അതിനു മുമ്പ് അതിൻ്റേതായ പേരുകൾ ചേർക്കണം. എന്നാൽ മറ്റ് പേരുകൾ ഒന്നും ചേർക്കാതെ തന്നെ തൻ്റെ പേര് തന്നെ പട്ടണമാണ് എന്ന് വിളിച്ചു പറയുന്ന നഗരമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നഗരമാകുന്ന മദീന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശാന്തമായി കിടന്നുറങ്ങുന്ന വലിയ പട്ടണമാണ് മദീന. നമ്മളവിടെ ചെന്നാൽ വളരെ ജാഗ്രതയോടുകൂടി ശാന്തനാവേണ്ട പട്ടണമാണ് മദീന. ലോകത്തിലെ ആദ്യത്തെ ഇസ്ലാമിക് കൺട്രിയാണ് മദീന പട്ടണം. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പ്രചാരണത്തിനും വലിയ സഹായം കൊടുത്ത പട്ടണമാണ് മദീന. പുകയില, ലഹരി, മദ്യം അത് ഉപയോഗിക്കുവാനോ വാങ്ങുവാനോ വിൽക്കുവാനോ പാടില്ല എന്ന ശക്തമായ നിരോധന നിയമം ലോകത്ത് നടപ്പാക്കിയ ആദ്യത്തെ പട്ടണമാണ് മദീന. ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ പ്രസ്സാകുന്ന, ഖുർആൻ അച്ചടിക്കുന്ന കിങ് ഫഹദ് ഖുർആൻ പ്രസ് നിലകൊള്ളുന്ന വലിയ നഗരമാണ് മദീന. മസ്ജിദുൻ നബവി, ഉംറക്ക് പോയ ആളുകൾ, ഹജ്ജിന് പോയ ആളുകൾ അവർക്കൊക്കെ അറിയാം. മസ്ജിദുൽ നബവി, മസ്ജിദുൽ ഖുബ, മസ്ജിദുൽ ഖിബ്ലതൈൻ, മസ്ജിദുൽ ബിലാൽ, മസ്ജിദുൽ ഇജാബ, മസ്ജിദുൽ സജദ, മസ്ജിദുൽ ഷൈഖൈനി, മസ്ജിദുൽ ഹംസ, മസ്ജിദുൽ മിനാറത്തൈൻ, മസ്ജിദുൽ ജുമുഅ, മസ്ജിദുൽ സുഖിയ, ജന്നത്തുൽ ബഖിയ, ഉഹുദ്, ഖന്തക് തുടങ്ങി ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളും സംഭവങ്ങളും സ്ഥാപനങ്ങളും മസ്ജിദുകളും തിങ്ങി നിറയുന്ന നഗരമാണ് മദീന. ഒരുപാട് ശ്രേഷ്ഠതയാണ്, ഒരുപാട് പ്രതിഫലമാണ്. മദീനയിൽ ചെല്ലുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിപ്രധാനപ്പെട്ട ഒരു ഹദീസ് കൂടി ഞാൻ ഇവിടെ ചേർത്ത് വെക്കുകയാണ്.
നബിതങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ കഴിഞ്ഞു വന്നു. ആ ഹിജ്റ കഴിഞ്ഞു വന്ന സമയത്ത് നബിതങ്ങൾ ഹിജ്റ കഴിഞ്ഞു വന്നപ്പോൾ അവിടെ മദീനയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളും മുനാഫിക്കീങ്ങളും യസ്രിബ് എന്നാണ് മദീനയെ വിളിച്ചത്. യസ്രിബ് മദീനയുടെ പഴയ പേര് യസ്രിബ് എന്നാണ്. യസ്രിബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശകുനം, ദുശകുനം എന്നാണ്, അപലക്ഷണം എന്നാണ്. അതായത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളുടെ പേരാണ് യസ്രിബ്. അപ്പോൾ അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു യസ്രിബ് പ്രദേശമാണ്, അതായത് ഒരു ദുശകുനത്തിൻ്റെ പ്രദേശമാണ് എന്ന് അന്നുണ്ടായിരുന്ന മുനാഫിക്കീങ്ങൾ കളിയാക്കിക്കൊണ്ട് വിളിച്ചിരുന്ന പേരാണ് മദീനയെ യസ്രിബ് എന്ന്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നത്. നബി തങ്ങൾ പറഞ്ഞു, മൻ സമ്മൽ മദീനത യസ്രിബ്, മദീനയെ ഏതെങ്കിലും ഒരാൾ യസ്രിബ് എന്ന് കളിയാക്കി വിളിച്ചാൽ ഫൽ യസ്തഗ്ഫിരില്ലാഹ്, അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊള്ളട്ടെ. ഹിയ ത്വാബ, മദീന യസ്രിബല്ല, മദീന ത്വാബയാണ്, ത്വയ്ബയാണ്, പൂങ്കാവനമാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരിക്കൽ ആകാശവും ഭൂമിയും തമ്മിലൊരു ചർച്ചയുണ്ടായി എന്നാണ്. ആകാശം പറഞ്ഞു, ഓ ഭൂമിയെ, എൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ അർശുള്ളത്, കലമുള്ളത്, ലൗഹുള്ളത്, അതുപോലെ തന്നെ സ്വർഗവും നരകവുമൊക്കെ മലക്കുകളൊക്കെ താമസിക്കുന്നത് എൻ്റെ മുകളിലാണ്, അതുകൊണ്ട് ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. അപ്പോൾ ഭൂമി ഒരൊറ്റ വാക്കാണ് പറഞ്ഞത്, എൻ്റെ ഉള്ളിലാണ്, എൻ്റെ മുകളിലാണ് മദീന പട്ടണമുള്ളത്. ആ മദീനയിലാണ് എന്നെയും നിന്നെയും ഈ കാണുന്ന അർശും കലമും ലൗഹും സ്വർഗവും നരകവുമൊക്കെ സൃഷ്ടിക്കാൻ കാരണക്കാരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തി ഉറങ്ങുന്നത്. അതുകൊണ്ട് ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറഞ്ഞപ്പോൾ ആകാശം നാണിച്ച് തല താഴ്ത്തി എന്ന് ചരിത്രത്തിൻ്റെ കിതാബിൽ കാണാം. അപ്പോൾ മദീനക്ക് വലിയ ശ്രേഷ്ഠതയാണ്. ആ മദീനയിൽ ചെല്ലാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രതിഫലാർഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം മദീന റൗള സിയാറത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഖബറിൻ്റെ ചാരെ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള വലിയ മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മദീനയെ പറ്റി നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്, അല്ലേ? ചെറുപ്പം മുതൽ നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ മദീനയെപ്പറ്റി ഒരുപാട് പാട്ടുകൾ നമ്മൾ മദ്രസയിൽ പാടുമായിരുന്നു, നബിദിനത്തിനും അല്ലാത്ത സമയത്തൊക്കെ. നബിദിനത്തിന് ത്വലഅൽ ബദ്റു അലൈന എന്ന് പറയുന്ന ബൈത്ത് നമ്മൾ പാടിയിട്ടുണ്ട്. അതുപോലെ മദീനയെപ്പറ്റി ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ. അങ്ങനെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് മദീനയെപ്പറ്റി പാടിയിട്ട് സമ്മാനം കിട്ടിയ ഒരു പാട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ പരിചയമുള്ളൊരു പാട്ടാണ്. ഞാനത് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും മുമ്പിലൊന്ന് പാടുകയാണ്. മദീനയെപ്പറ്റി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ, മദീനയിൽ എത്തിച്ചേരാൻ ആഗ്രഹമുള്ള ഒരു കവി അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ എടുത്തു പറയുന്ന ചെറിയൊരു ഗാനമാണ്. ഞാനന്ന് പഠിക്കുന്ന കാലത്ത് പാടിയപ്പോൾ ചെറിയൊരു സമ്മാനം കിട്ടിയ ഒരു പാട്ടാണ്. ഇൻഷാ അല്ലാഹ് അതിവിടെ പാടുകയാണ്. മദീനയെപ്പറ്റി നമുക്ക് ഒരുപാട് പാട്ടുകൾ അറിയാം, അതിൽപ്പെട്ട ഒരു പാട്ടാണ്, ചെറുപ്രായത്തിൽ പാടിയൊരു പാട്ടാണ് ഇവിടെ പാടുന്നത്. ഇഷ്ടം മദീന എന്നിഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന, മോഹം മദീന മഹ്ബൂബിൻ മദീന, അനുരാഗം മദീന കനിവേകും മദീന, മോഹം മദീന മഹ്ബൂബിൻ മദീന, അനുരാഗം മദീന കനിവേകും മദീന. ഇഷ്ടം മദീന എന്നിഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ, ആ സ്വരം കേൾക്കാത്ത കാതെന്തിനാ, തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ, ആ സ്വരം കേൾക്കാത്ത കാതെന്തിനാ, തിരുപാദമേറ്റ മൺതരിയാവാൻ കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യനാ, തിരുപാദമേറ്റ മൺതരിയാവാൻ കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യനാ, കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ,
കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ ഇഷ്ടം മദീന എന്നിഷ്കും മദീന ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന പറന്നു പറന്നു മദീന പോവണം ചിറകൊടിന് റൗള ശരീഫിൽ കൂടണം പറന്നു പറന്നു മദീന പോവണം ചിറകൊടിന് റൗള ശരീഫിൽ കൂടണം അന്ത്യമങ്ങ് ജന്നത്തുൽ ബഖീഇലാകണം തിരുമുത്തിൻ കൂടെ സുവർഗം പൂകണം അന്ത്യമങ്ങ് ജന്നത്തുൽ ബഖീഇലാകണം തിരുമുത്തിൻ കൂടെ സുവർഗം പൂകണം കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ ഇഷ്ടം മദീന എന്നിഷ്കും മദീന ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന മോഹം മദീന മഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേകും മദീന ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. ഇത് മദ്രസയിൽ പാടി ആ സമയത്ത് ആളുകളൊക്കെ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. ആ സമയത്ത് അതുകൊണ്ടാണ് സമ്മാനം കിട്ടിയത്. ഇപ്പോൾ അത് പാടി 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 ഒരു പഴഞ്ചൻ പാട്ട് പോലെ ആയി മാറി. പക്ഷെ പാടേണ്ട രൂപത്തിൽ പാടിയാൽ നല്ല സമ്മാനം കിട്ടുന്ന നല്ലൊരു പാട്ടാണ്, നല്ല അർത്ഥമുള്ളൊരു പാട്ടാണ്. അതുകൊണ്ട് പഴയ പാട്ടുകൾ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതുപോലുള്ള പാട്ടുകൾ വേണമെങ്കിൽ ശൈലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ പാടാം. നല്ല രൂപത്തിൽ പാടിയാൽ മനസ്സിൽ തറക്കുന്ന നല്ല അർത്ഥമുള്ള പാട്ടാണ്. നമ്മുടെ മക്കളെ കൊണ്ട് ഇതുപോലുള്ള പാട്ടുകൾ പാടിപ്പിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ട് സിനിമാ പാട്ടുകളുടെ ആൽബം പാട്ടുകളുടെയൊക്കെ രൂപത്തിൽ നിബിധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പാട്ടുകൾ അത് പാടിപ്പിക്കൽ ഒരു അദബ് കേടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാടൻ പാട്ടുകളുടെയൊക്കെ രൂപത്തിൽ ഒരുപാട് മദ്ഹ് ഗാനങ്ങൾ ഉണ്ടാക്കിയിട്ട് പാടുന്ന ഒരു പ്രവണത അതൊരു ബറക്കത്ത് കേടാണ്. മാത്രമല്ല അതൊരു അദബ് കേടാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. അത് വരുന്ന തലമുറയ്ക്ക് ഒരു മോശപ്പെട്ട ഒരു മെസ്സേജാണ് നൽകുന്നത് എന്ന ഒരു ചിന്ത എല്ലാ ഉസ്താദുമാർക്കും ഉണ്ട്, അങ്ങനെ ഉണ്ടാവണം. എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ട്, അത് ഉണ്ടാവണം. നമുക്ക് പഴയ രൂപത്തിലും അല്ല പുതിയ രൂപത്തിലുമൊക്കെ നല്ല രൂപത്തിൽ നല്ല ശൈലിയിൽ നല്ല കോർവയിൽ ഒരുപാട് മാപ്പിളപ്പാട്ടുകളുണ്ട്, ഒരുപാട് മദ്ഹ് പാട്ടുകളുണ്ട്. അതൊക്കെ പാടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ റബീഉൽ അവ്വൽ മാസം അനുകൂലമായി സാക്ഷി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിൽ ചെല്ലാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്തുകൾ സലാമുകൾ പറയുവാനും വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പോയവർക്ക് വീണ്ടും പോവാനും പോകാത്തവർക്ക് ഒരുപാട് വട്ടം പോവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക. ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക. നമ്മുടെ മൊബൈലിൽ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ എൻ്റെ സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോ ആരോടും പറയാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഈ 10 കാര്യങ്ങളും എല്ലാവരോടും പറയുന്നതാണ്, പക്ഷെ പറയാൻ പാടില്ല. നമ്മൾ പറയാൻ പാടില്ലാത്ത, ആരോടും പറയാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ. അതെന്താണ് അങ്ങനെ? അതിൻ്റെ ഗൗരവം എന്താണ്? തുടർന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടി ഈ കാണുന്ന വീഡിയോ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആരോടും പറയാൻ പാടില്ലാത്ത 10 രഹസ്യമായ കാര്യങ്ങൾ അത് കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.